ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മാങ്ങ കൊണ്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാവും. നമുക്ക് ദാഹവും വിശപ്പും ഒക്കെ മാറിക്കിട്ടാനായിട്ട് ഭയങ്കര ടേസ്റ്റിയാണ്. പഴുത്ത മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ കുടിക്കാനാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു 3 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങയാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തർക്ക് എത്രയാണോ ഡ്രിങ്ക് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് എടുത്ത് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇതുപോലെ 3 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഏത് തരം മാങ്ങയായിരുന്നാലും കുഴപ്പമില്ല, പഴുത്ത മാങ്ങയായ മതി. ഞാനിപ്പോൾ ഇത് നല്ലപോലെ കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയിലയാണ്. ഒരു 10-12 ഇല എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 4 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ചേരുമ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ഒരു പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതുപോലെ മീഡിയം വലിപ്പത്തിലുള്ള നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ അരിപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ കുരു ഇതിൽ ആവില്ല. കുരു പെടരുത്. കുരു പെട്ട് കഴിഞ്ഞാൽ നല്ല കയ്പ്പരസം കിട്ടും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 മുറി നാരങ്ങയും ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കുരുവൊക്കെ മാറ്റുവാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കണം. അതിലേക്ക് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു നാരങ്ങ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേ ബൗളിൽ തന്നെ 2 ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെയും മധുരം എത്രയാണോ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് അളവിന് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ആ ഒരു മിക്സ് ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട്. ഇത് ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരിച്ചെടുക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഏത് പരുവത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് കട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അരിപ്പിൽ അരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മുഴുവൻ ജ്യൂസും ഞാനിതുപോലെ അരിച്ചെടുത്തു. ഇനി ഓരോരുത്തർക്കും തണുപ്പിനനുസരിച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതിന് ശേഷം എടുത്ത് കുടിക്കുകയോ ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ തയ്യാറാക്കിയ പരുവം എന്ന് പറയുന്നത് നമ്മുടെ മാംഗോ ഫ്രൂട്ടിയൊക്കെ കുടിക്കുന്നതിൻ്റെ ആ ഒരു പരുവത്തിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മാങ്ങ കൊണ്ടുള്ള ഡ്രിങ്ക് റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.